Praise the Lord. Hallelujah. 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 ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നത് ശ്ലാഘനീയമാണ്. അതാണ് വേണ്ടത്. അതാണ് ഞാൻ ആദ്യം പരിശ്രമിക്കുന്നത്. വിമല ഹൃദയം മാതാവ് പറയുന്നത് അങ്ങനെ തന്നെ, വിശ്വ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ. ആദ്യം വിമല ഹൃദയം നമ്മൾ സ്വന്തമാക്കണം. അപ്പൊ നമുക്ക് ഡേ ബൈ ഡേ സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. സത്യം ചെയ്യും. വിമല ഹൃദയം അല്ലെങ്കിൽ എല്ലാത്തിനും അടർച്ച വരും. ഇതെന്തെങ്ങനെ അതെന്താ അങ്ങനെ പറയണേ? എനിക്ക് അറിഞ്ഞൂടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് അടർച്ചയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ സ്വയം നോക്കുക. എന്ന് വെച്ചാല് പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം ഇന്ന് ബുദ്ധി ഏറ്റെടുത്തു. ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഉപയോഗിച്ച് വിവേചിച്ചറിഞ്ഞാൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവഹിതമാണെന്നല്ല, ബുദ്ധിയുള്ളവർ പറയുന്നതാണ് എന്ത് സ്വീകാര്യമാവുന്നത്. ഇത് ദൈവഹിതമാണോ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യം അത് ദൈവഹിതമാണ്. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് വിൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പ്രവൃത്തിയിൽ നിന്നും എന്ത് ചെയ്യണം? പിന്മാറണം. അത് കേട്ടിട്ട് നിങ്ങൾ പിന്മാറിയില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമായി മാറും. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാണ്ടാവും. കുറെ കാട്ടിക്കൂട്ടി നടക്കും. അത്ര ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് മനസ്സിലാവുണ്ടോ? അപ്പൊ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കും. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുകയും ബുദ്ധിയാണ് അതിന്റെ സ്ഥാനം. ബുദ്ധിയാണ് അതിന്റെ സ്ഥാനം. അപ്പൊ ബുദ്ധിയുള്ള ആള് പറയണം, അല്ല അത് നമുക്ക് കിട്ടാവുന്നുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല് നമ്മളോട് പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ലോകത്തിലെല്ലാവരും ഭൂരിഭാഗം പേരും കാത്തിരിക്കുന്നത് ക്രിസ്തുവിനെയാണെന്ന് പറയുകയും എതിർ ക്രിസ്തുവിനെയാണ് അവർക്ക് ഇഷ്ടം. കാരണം എന്നെ അംഗീകരിക്കുന്ന അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാണ്ട് നമ്മള് എന്നെ അംഗീകരിക്കുന്ന ഒരു നേതാവിനെയാണ് നമുക്കിഷ്ടം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ അതാണ് നമ്മുടെ സ്റ്റാറ്റസ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ വചനാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാത്തതുകൊണ്ട്, ശാംശീകരിക്കാത്തതുകൊണ്ട്, മനസ്സിലാക്കാത്തതുകൊണ്ട്, അത് ദൈവഹിതമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാത്തതുകൊണ്ട്, അന്വേഷിക്കാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴുക്കിൽപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മരിയ വാർത്തോർത്തയുടെ പുസ്തകത്തിൽ മരിയ വാർത്തോർത്ത ഈശോയോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് നോക്കിയെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പരിസയർക്കും പുരോഹിതർക്കും യഹൂദ പ്രമാണികൾക്കും യേശുവിനെ തിരിച്ചറിയാനും അതുപോലെ മാനസാന്തരപ്പെടാനുള്ള അവസരം അവർക്ക് ലഭിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ ചോദിച്ചു. അവർക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം കിട്ടിയില്ല. കഷ്ടിച്ച് ഗമാലിൽ രക്ഷപ്പെട്ടു മാത്രം. അവരുടെ ഈ സിറിയാനി സംഘത്തിലെ നിക്കോഡമസും അരമത്തിയ ജോസഫും ഒഴിച്ച് ബെഞ്ചൊടിഞ്ഞ് രക്ഷപ്പെട്ട ആളാണ് ഗമാലി. കഷ്ടിച്ച് അവസാനം അമ്മയുടെ അടുത്ത് വന്ന് ഈശോ മരിച്ച് കുരിശ് തറച്ച് ഈശോ മരിച്ച് അടക്കി. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വന്ന് അവസാനം ആള് പറഞ്ഞു, ഗമാലിയുടെ കഥ എന്നറിയോ? ഇന്നത്തെ 10 ഡോക്ടറേറ്റുള്ള ആൾക്ക് തുല്യമായിട്ടുള്ള ആളാണ്. അവസാനം പറഞ്ഞു, അപ്പൊ ഒന്ന് കൈവച്ചാൽ മതി. അമ്മയുടെ ഇതുകൊണ്ട് അത് കഷ്ടിച്ച് ബെഞ്ചൊടുത്ത് രക്ഷപ്പെട്ടു. ബാക്കി ഒരാൾക്കും പ്രബലത്തില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഈശോ മറുപടി പറയുന്നത് വെച്ചാൽ, എന്തുകൊണ്ടാണ് അവർ തിരസ്കരിക്കപ്പെട്ടത്?
എന്ന് മറുപടി പറയുന്നു. എന്തുകൊണ്ടാണ് അവർ തിരസ്കരിക്കപ്പെട്ടത് എന്ന് ചോദിക്കണം. അപ്പൊ ഈശോ അതിന് മറുപടി പറയാം. ഈശോ അതിന് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഈശോ പറയുന്നത്. അവസാന നിമിഷം വരെ മനുഷ്യരെ യേശുവിൽ നിന്നും അകറ്റുന്ന പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു കൃപ അവർക്ക് ലഭിച്ചില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലയളവിലുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറയുന്നവരിൽ തന്നെ അവർ ചെയ്യുന്ന സൽപ്രവൃത്തികൾ ദൈവഹിതമല്ല, മനുഷ്യരെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതായതുകൊണ്ട് അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കും. അത് എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, ഇത് ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രവർത്തനം മൂലം നന്മയുടെ രൂപത്തിലാണ് അവൻ നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധിയിൽ അത് നല്ലതാണെന്ന് തോന്നുകയാണ്, പക്ഷെ അത് ദൈവഹിതമല്ല. നല്ലതാണെന്ന് തോന്നുന്നു, ദൈവഹിതമല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ അതുപോലെ നമ്മളും ഇപ്പോൾ വ്യാപൃതരായിരിക്കുന്ന വിവിധ മേഖലകൾ നമ്മളുടെ അറിവനുസരിച്ച്, നമ്മുടെ വചനത്തിന്റെ അറിവ്, സന്മാർഗിക ബോധത്തിന്റെ അറിവ്, നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുള്ള അറിവ്, ഈ അറിവനുസരിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും നമ്മളും ഇവരെ പോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മനുഷ്യരെ യേശുവിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളിലാണ് നമ്മൾ വ്യാപൃതരായിരിക്കുന്നത് എന്നുള്ള സത്യമാണ്. അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ല. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് നിങ്ങളുടെ ആത്മീയമായിട്ട് ബഹുമതികളായിട്ട് വളർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോലും നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ, പ്രായോഗികമാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയണം. നമുക്ക് ഈ അപ്പസ്തോല പ്രവർത്തനം നമുക്ക് അറിയാം. പൗലോസ്ലീഹയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശുദ്ധ ലൂക്കാ എഴുതിയിരിക്കുന്നതാണ് ഈ അപ്പസ്തോല പ്രവർത്തനം. മനസ്സിലാവുന്നു? അപ്പൊ അതിന്റെ അവസാനത്തെ ചില വചനങ്ങൾ ഞാൻ നിങ്ങളോട് വായിക്കാം. അവസാനത്തെ പ്രസംഗം എഴുതുന്നവരോടാണ്, അതുപോലെ എന്റെയും അവസാനത്തെ പ്രസംഗം ആരോടാണ്? പ്രത്യേകതരോട്. പ്രത്യേകതരായ കഠിന ഹൃദയരായ കത്തോലിക്ക വിശ്വാസികൾ. ക്രൈസ്തവോ അങ്ങനെ വിശ്ലേഷം ചേർത്താലും നിങ്ങൾക്ക് മനസ്സിലാവും. ക്രൈസ്തവോ. ഹല്ലേലൂയ. 28-26 ഞാൻ വായിക്കാം. 26. നീ പോയി ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതിയരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. അവർ അത് കേൾക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ പരിശുദ്ധാത്മാവിനെ എതിരെ പാപം ചെയ്ത് ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല? പ്രവചനങ്ങളും സുവിശേഷത്തിന്റെ സത്യവും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇതിനകത്ത് വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവര് പുതിയ ആകാശം കുറിച്ച് ഭൂമിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത വിജാതിയും സ്വപ്നം പോലും കാണാത്ത വ്യക്തികളും അവിടെ നിന്ന് കാണും. നിങ്ങൾ ഇതും കാണും. നമ്മളെക്കാളും അധിക പെർസെൻറ്റേജിൽ മറ്റുള്ളവർ അവിടെ എത്തിയിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്യും. കാരണം എന്താ? നമ്മൾ ഇതിലൂടെ ഇത് പറഞ്ഞില്ല. നമ്മൾ കേൾക്കും, കാണും, പക്ഷെ എന്ത് ചെയ്യില്ല? മാറ്റം വരുത്തില്ല, സ്വീകരിക്കില്ല. എന്തായാലും കാരണം സ്വീകരിക്കാനുള്ള ക്രമം കിട്ടാതെ എന്തുകൊണ്ടാ? മനുഷ്യരെ യേശുവിൽ നിന്നും യേശുവാണ് ഏകരക്ഷകനും നാഥനും എന്നുള്ള നഗ്നസത്യത്തിൽ നിന്നും ദൈവിക സത്യത്തിൽ നിന്നും ജനങ്ങളെ അകറ്റുന്ന
പ്രവൃത്തികളിലും വ്യവസ്ഥകളിലും നമ്മൾ സഹകരിച്ച് എസിന് മേൽ എസ് കൂടി മുന്നോട്ട് പോകുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ നിങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? അപഗ്രഥിക്കണം. മനസ്സിലായോ? എനിക്കുള്ള മനസ്സിലാവുണ്ടോ? വെറുതെ കണ്ണടച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോ നമ്മളത് നമുക്ക് തോന്നുന്നത് ഇത് നന്മയായിട്ടും നല്ലതായിട്ടും തോന്നുന്നു. പക്ഷേ അത് ദൈവഹിതമാവണമെന്നില്ല. ദൈവഹിതം ആവണമെന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മളത് തുടർന്നുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? ദൈവം നമ്മളെ ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്യും. മനസ്സിലാവണം. അപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥകള്, സിസ്റ്റംസ്, മെത്തേഡ്സ് ഇത് ദൈവഹിതമാണോ എന്നാണ് അറിയുന്നത്. ഞാൻ ഇതിനാണ് വലിയ അല്ലാത്ത ഒരു ഉദാഹരണം പറയാം. പലരും എന്നോട് തർക്കിക്കാറുള്ള കേസുകളാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് ഫാമിലി പ്ലാനിങ് ഒരു മാരകമാണ്. അപ്പൊ ഇന്ന് കത്തോലിക്കലായിട്ടുള്ള നമ്മുടെ ഭവനങ്ങളിൽ ആരെങ്കിലും കുടുംബത്തിൽ ഫാമിലി പ്ലാനിങ് നടക്കാത്തത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശിരാഗ് കൊണ്ടുപോയി നടക്കുന്നത്, അല്ലെങ്കിൽ വെളുത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അന്വേഷിച്ചു. അപ്പൊ നമ്മള് ദൈവഹിതത്തോടു കൂടിയാണോ നമ്മൾ സഹകരിക്കുന്നത്? അല്ല. മനസ്സിലാവുന്നു? ഇത് സഭയുടെ പ്രബോധനമാണോ? അല്ല. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം കേട്ടാ, പേരൊക്കെ ഞാൻ വിളിക്കും, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിന് പറഞ്ഞ കാര്യമില്ല. അവർക്കൊന്നും എഴുന്നേറ്റ് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോ വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. ഇന്ന് കത്തോലിക്കരെ സംബന്ധിച്ച് ആശയക്കുഴപ്പമാണ്. വളരെ മനസ്സിലാവണം. അപ്പൊ നമ്മള് ശനിയാഴ്ച മത്സരം തിങ്കളാഴ്ച കെട്ടി അടുത്ത തിങ്കളാഴ്ച തർക്കം പറഞ്ഞു. ഞാൻ ചെന്ന് വിസ റെഡിയാക്കാം. അവൻ ചെന്ന് വിസ റെഡിയാക്കി കൂടി 1 മാസം കഴിഞ്ഞു. നല്ല കിട്ടിയുള്ളൂ. പക്ഷെ എന്തിന് ഭാഗ്യം കഴിഞ്ഞ എന്തായി? ഈ പെണ്ണ് ഗർഭിണി. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഈ വിസയുമായിട്ട് ഉപദേശത്തിന് പോകണം. ഇവിടെ ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഉപദേശത്തിന് പോയ ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യും? വിസ വന്നു, ഇങ്ങനെ ഒരു ജോലി നല്ലത് കിട്ടാൻ സാധ്യത ഇല്ല, എന്താ ചെയ്യുന്നത്? ഞാൻ ഗർഭിണിയാണ്, എന്താ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് കിട്ടുന്ന ഉപദേശം തരുന്ന ആൾക്കാർ, നല്ലൊരു ശതമാനം ആൾക്കാർ എന്റെ അനുഭവത്തിനനുസരിച്ച് ഉപദേശം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: എന്ത് ചെയ്യാം? അബോർഷൻ ചെയ്യാൻ ക്ലീനായിട്ട് കൊണ്ടാണ് പോവാ. അതൊന്ന് കുമ്പസാരിച്ചോ? എത്ര കുമ്പസാരിച്ചാലും ഒരു നിഷ്കളങ്ക കൊച്ചിനെ കൊന്നതിന് ഒന്നും അതിന്റെ പരിഹാരമൊന്നും ആവുന്നില്ല. ഒരു കൊച്ചിനെ കൊന്നിട്ട് നമ്മൾ എത്ര ലക്ഷങ്ങൾ സമ്പാദിച്ചാലും അതൊന്നും അനുഭവിക്കില്ല. ആരും അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇത് വളരെ വൈകിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. വളരെ വൈകി. നമ്മുടെ ലക്ഷ്യം എന്താ? ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ക്രിസ്ത്യാനിയുടെ ലക്ഷ്യമാണോ? ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഏതെങ്കിലും തരത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണോ? പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പൊ ഈ ഒരു ജീവൻ എടുക്കുക എന്നുള്ളത് ദൈവം അനുവദിക്കാത്ത കാര്യമാണ്. ജീവൻ പെട്ടെന്ന് ഈ വിവരം അറിയും. ആയനോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്നും പ്രതികാരത്തിനായി ദാഹിക്കുന്നു, നിലവിളിക്കുന്നു. 23:35 എന്ന് പറയുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു. ശ്രദ്ധിച്ചു. ഇതൊക്കെ നമുക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇത് തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. 23:35 അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും
ബലിപീഠത്തിനും മധ്യ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയുടെ പുത്രനായ സക്രിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. എന്നുവെച്ചാൽ നമ്മുടെ മേൽ പതിക്കുന്നു. ഇതൊരു സാമൂഹ്യ തിന്മയാണ്, അബോർഷൻ. മനസ്സിലാവണം. അപ്പോ സഭയുടെ പഠനമനുസരിച്ചും ദൈവവചനമനുസരിച്ചും ദൈവഹിതമനുസരിച്ചും ജീവനെടുക്കാൻ മനുഷ്യന് അധികാരം തന്നിട്ടില്ല. അപ്പൊ ജീവനെടുക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം ഉള്ള അധികാരപ്പെട്ടതാണ്. നമുക്ക് തോന്നിയ പോലെ ജീവനെടുക്കാനും ജീവൻ വാങ്ങിക്കാനും സാധിക്കില്ല. ഞാൻ മുമ്പ് ഇങ്ങനെ 2 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഫ്രീലാൻസിങ് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒരിക്കൽ 3000 പേരുടെ മക്കളില്ലാത്ത ദമ്പതിമാരുടെ കൂട്ടായ്മയിൽ പോയി. അപ്പൊ അതിനകത്ത് 2 മണിക്കൂർ പ്രസംഗിച്ച് എല്ലാവർക്കും ഇഷ്ടം വർഷം കൂടി. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സർവേ നടത്തിയപ്പോൾ 1800 പേര് ആദ്യത്തെ 3 വർഷം കിട്ടിയ മക്കളെയൊക്കെ എന്ത് ചെയ്തു? കളഞ്ഞു. അതിനുശേഷം അവർക്ക് വർഷങ്ങളായിട്ട് മക്കളില്ല. അങ്ങനെ അവർ പ്രാർത്ഥിക്കും. എന്ത് ചെയ്യണം? വിഷ്ണുവായിട്ട് പ്രാർത്ഥിപ്പിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ചെയ്യും. ഇവിടെ മനസ്സിലാവണോ? അപ്പൊ ആദ്യം അവർക്ക് കിട്ടിയ കാഴ്ചപ്പാട് എന്താ? കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ജഡസുഖത്തിന് വേണ്ടി ലൈസൻസ് തരുന്ന ഒരു ഏജൻസിയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പലരും തെറ്റിദ്ധരിക്കും. അങ്ങനെ അല്ലാട്ടോ. ഒരു യുവാവിനും യുവതിക്കും ശരീരം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സഭ അവരെ വിളിച്ചുകൂട്ടി, നിങ്ങൾ ശരീരത്തിന്റെ ദാഹം, മാംസദാഹം നിങ്ങൾ തൃപ്തിപ്പെടുത്തിയോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടിയും കല്യാണം എന്ന ഒരു പരിപാടിയിൽ കൂട്ടിച്ചേർത്ത് അവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ആണോ പരിശുദ്ധ കത്തോലിക്ക സഭ? അപ്പൊ അവർക്കത് വ്യക്തമാക്കാത്തത് കൊണ്ടല്ലേ അവരിങ്ങനെ ചെയ്യുന്നത്? അവരോട് പറയണം, വിവാഹം എന്ന കുദാശ എന്ന് പറയുന്നത് വിശുദ്ധ ഡോക്ടർക്കും വിശുദ്ധ വൈദികനും വിശുദ്ധ നഴ്സിനും വിശുദ്ധ എഞ്ചിനീയർമാർക്കും വിശുദ്ധ മക്കൾക്ക് വിശുദ്ധ ജനതയ്ക്ക് ജന്മം കൊടുക്കാനുള്ള വളരെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും നിങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനു വേണ്ടി നിങ്ങൾ മക്കളെ ജനിപ്പിക്കണം. അതാണ് വിവാഹ കുദാശയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. ബാക്കിയെല്ലാം സെക്കൻഡറിയാ. കാരണം മനസ്സിലാക്കുന്നു. അപ്പോ നമ്മൾ 1 by 1 എന്ത് ചെയ്യുന്നു? ദൈവക്രോധത്തിന് ഇരയാവുന്ന രീതിയിൽ ഇവരുടെയോ അവരുടെയോ ആരുടെയൊക്കെ പ്രബോധനങ്ങൾ കേട്ട് ഇത് അന്വേഷിക്കാൻ നടന്ന ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആരെയും പിടിക്കാൻ പറ്റില്ല. വളരെ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. മൊത്തത്തിൽ ജനറലിലുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ശരിയാണോ അല്ലേ? തെറ്റാണെങ്കിൽ നിങ്ങൾ കസേര കിട്ടുന്ന തൊഴിലോ ചെറുപ്പക്കാരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യും. വെറുതെ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചോളണം. മനസ്സിലാവണ്ട? ഒരിടയ്ക്ക് സ്ത്രീകളുടെ ചിങ്കാരി മേളത്തിന് ഭയങ്കര പ്രാധാന്യമായിരുന്നു. അപ്പൊ അടുത്ത് പറഞ്ഞ ചിങ്കാരി മേളക്കാരൊക്കെ ഈ കൊല്ലം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ പെരുന്നാളിന് ഇപ്പൊ നിങ്ങൾ അന്വേഷിക്കാൻ പറ്റും. 2 മാസം പെരുന്നാളാണ്. ഒരൊറ്റ സ്ത്രീകളുടെ ചിങ്കാരി മേളം കിട്ടില്ല. ഒക്കെ ഓൾറെഡി പൈസ കൊടുത്ത് ബുക്ക് കഴിഞ്ഞു. അപ്പൊ വിശ്വാസത്തിന് വേണ്ടി നെഞ്ചു കാണിച്ചു കൊടുത്തും വീരവൃത്തി വരിച്ച സെബസ്ത്യാനുടെ കുർബാന, നമ്മുടെ മീൻ കുർബാന, 10 മണി 12 മണിയുടെ കുർബാന, മീൻ പെരുന്നാൾ കുർബാനയിൽ കുഞ്ഞു പ്രസംഗാവേശപരമായ പ്രസംഗങ്ങൾ കേട്ട് ഇപ്പൊ ഉള്ളിൽ നിന്നും ഇപ്പൊ എന്താണ് സെബസ്ത്യാനുടെ പോലെ ഞാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അവിടുന്ന് വികാരഭരിതമായ പ്രസംഗം കേട്ട് പള്ളിക്കകത്ത് പുറത്തേക്ക് ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ എന്താ നടക്കണേ? ചിങ്കാരി വേണം നടക്കാം. സ്ത്രീകളുടെ ചിങ്കാരി വേണം. കൂടുതലൊന്നും പറയണ്ട. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ അപ്പം തന്നെ പോയി എന്ത് ചെയ്യും? യേശുവിനെ പ്രഘോഷിച്ച് രക്തസാക്ഷ്യവും ഇല്ലേ? അപ്പൊ ഇത് സംഘടിപ്പിച്ചവരും സ്പോൺസർ ചെയ്തവരും കണ്ടവരും ആസ്വദിച്ചവരും എല്ലാം പരസ്യമായി യേശുക്രിസ്തുവിനെ നിന്ദിക്കുകയാണ്. നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്തം പറയാൻ പറ്റുന്നില്ല. നിങ്ങളതിന് പൈസ കൊടുത്തിട്ടുണ്ടോ? അതിന് നിങ്ങളും അതിനോട് കണക്ക് കൊടുക്കേണ്ടി വരും.
അപ്പൊ ഇങ്ങനെ കുറെ സാമൂഹിക തിന്മകളിൽ നമ്മൾ ഭാഗവാക്കുകളായിട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വരം ഉയർത്തിയോ? ഇതാണ് ചോദ്യം. മനസ്സിലാവുന്നു? നിങ്ങൾ നിങ്ങളുടെ സ്വരം ഉയർത്തിയിരുന്നെങ്കിൽ നിങ്ങളതിന്റെ ഉത്തരവാദിത്വം ഒഴിവായി. ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മാന്യന്മാരെ വന്നിട്ട് പറഞ്ഞു, വളരെ വെറുമായിട്ട് പഴപ്പിലൂടെ ജീവിച്ചിരുന്നു, ജീവിച്ചു പോകണം. അങ്ങനെ മനസ്സിലാവുന്നു? ക്രൈസ്തവോ? അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു സംവിധാനമുണ്ട്. നമ്മുടെ മക്കള് അവർക്ക് പറ്റിയ മാന്യമായ ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരുടെ ജീവിതാന്തസ്സിന് പറ്റിയ ഒരു ജോലി ചെയ്ത് വരുമാനമാർഗം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നാണോ? ക്രൈസ്തവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പറയാ, സ്ലോലി വി ഹാവ് ബീൻ ലെഡ് ടു എ നിയോ ക്രിസ്ത്യാനിറ്റി. നിയോ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കുമ്പോൾ ക്രിസ്ത്യാനി, പക്ഷെ വാസ്തവത്തിൽ ക്രിസ്ത്യൻ ആത്മീയത ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനി. ഒറ്റനോട്ടത്തിൽ എന്താണ്? ക്രിസ്ത്യാനിയായിട്ട് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മളുടെ ഈ പരിപാടികളെല്ലാം അക്രൈസ്തവരായിട്ടുള്ളവർക്ക് അറിയാം ഇത് ക്രിസ്തുമതത്തിന്റെ എന്തല്ല ഭാഗമല്ല എന്ന് അവർക്കറിയാം. അതാണ് ഏറ്റവും രസം. നമ്മൾ വിചാരിക്കുന്നത് ഇത് ക്രിസ്തുമതത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുകയും, പക്ഷെ വിജാതിയർ മനസ്സിലാക്കുന്നത് ഇത് ക്രിസ്തുവിന്റെ അല്ല എന്ന്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? അവർ നമ്മളെ വെറുക്കുന്നു. ക്രൈസ്തവോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവണോ? ലോകത്തില് ഒരാൾക്കും എന്റെ ജനറൽ കാഴ്ചപ്പാടിൽ, ഇൻ ജനറൽ, വളരെ സ്പെസിഫിക് ആയിട്ടല്ല, ആർക്കും യേശുവിനെ ഇതില്ല. യേശുവിനോട് ഒരു ദേഷ്യമില്ല, മതത്തോടുള്ള ദേഷ്യം. അതെന്താ കാരണം? യേശുവിനെ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം യേശുവിന്റെ വ്യക്തിത്വത്തെ ആരും എന്ത് ചെയ്യുന്നില്ല, കുറ്റം പറയുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. മനസ്സിലാവുന്നു? പറഞ്ഞത് ചെയ്തവനാ എന്നാണ് പൊതുജനം പറയുന്നത്. പക്ഷേ അവൻ പറഞ്ഞത് ആരും ചെയ്തില്ല, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു റിലേഷൻ സഹോദരിയെ കല്യാണം കഴിച്ച ഒരു വളരെ മാന്യനായ ഒരു ഹിന്ദു ടീച്ചർ, ഒത്തിരി നമ്മളെ മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല ക്രിസ്ത്യാനികളെക്കാൾ നന്നായിട്ട് ജീവിക്കുന്ന ഒരു ഹിന്ദു ടീച്ചർ. അപ്പൊ ഒരിക്കൽ എന്നോട്, അപ്പൊ ഞാൻ ഈ സുവിശേഷങ്ങളിൽ വന്നതിന് ശേഷം എന്നോട് ചോദിച്ചു, മാർട്ടിൻ ഇവിടെ അപ്പൊ ആ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് പള്ളി. അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാ, ആളുകളോട് ഞാൻ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ട്, എൻ്റെ ബൈബിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു ഒരു ചോദ്യം ഇതാ, നിങ്ങൾ ഈ ഞായറാഴ്ച പള്ളിയിൽ വരുന്ന ആൾക്കാരുണ്ട്, ഇവരൊക്കെ മാമോദീസം മുങ്ങിയവരല്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യം എന്നെ വളരെ അതിശയിപ്പിച്ചു. അപ്പൊ സാർ അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ ഈയിടെയായിട്ട് ബൈബിള് വായിച്ചപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമോദീസം മുങ്ങിക്കുമ്പോൾ എന്തോ ഒരു ശക്തി ആകാശത്ത് വരുന്നു, അവരൊക്കെ പുതിയ സൃഷ്ടികളാവുന്നു, അവർ പിന്നെ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്നു, മരിക്കുന്നു. അങ്ങനെ അവർ ഒരു ഭയങ്കര സ്നേഹവും ആദിമസഭയുടെ സ്നേഹവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കാണും. പക്ഷേ ഇവിടെ ഞാൻ ഈ പള്ളിയിൽ പോകുന്ന ആൾക്കാരെ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നു, വർഷങ്ങളായിട്ട് കാണുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കണം, ഇവർക്ക് മാംസം മുങ്ങാൻ വേണ്ടി ചിലപ്പോൾ അവര് അതിന് കാറ്റഗിമെന്റ്സ് എന്നാ പറയാ, അതായത് മാംസം മുങ്ങാൻ വേണ്ടി പള്ളിക്ക് വേദപാഠമൊക്കെ പഠിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മാംസം കൊടുക്കണം. കത്തോലിക്കത്തിന് പാരമ്പര്യം 3 വർഷമാണ് മിനിമം ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പോണതായിരിക്കും. കാരണം മാമോദീസം മുങ്ങിയതിന്റെ ബൈബിളിൽ പറയുന്ന മാമോദീസം മുങ്ങിയതിന്റെ ലക്ഷണം കാണുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് പിന്നെ മറുപടി പറയാൻ പറഞ്ഞു. ഞാൻ ഇത് പഠിച്ചിട്ട് പിന്നെ പറയാന്ന് പറഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ക്രൈസ്തവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം മനസ്സിലാവണം, ഇതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നു. ദൈവത്തിന്റെ ഹിതത്തിനെതിരായിട്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതേസമയം നമ്മൾ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പശ്ചാത്താപത്തിന്റെ ഉചിത ഫലം പുറപ്പെടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അതാണ് നമ്മുടെ അവസ്ഥ. മനസ്സിലാവുണ്ടോ? ഒരു ജീവൻ എടുത്താൽ അതിന് പകരം 10 ജീവൻ രക്ഷിച്ചാൽ കർത്താവ് കരുണ കാണിച്ചേക്കാം. കരുണ മനസ്സിലാവുണ്ടോ? കരുണ എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യം. നിർബന്ധമായിട്ട് ചോദിച്ചു വാങ്ങാൻ പറ്റും ഇല്ല. അപ്പൊ നമ്മളുടെ നമുക്ക് തെറ്റുപറ്റി എന്നുള്ള ആ പശ്ചാത്താപത്തിന് ശേഷമുള്ള നമ്മുടെ പ്രവൃത്തികൾ വിലയിരുത്തപ്പെടും. നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? എത്ര ജീവൻ രക്ഷിച്ചു? അതിന് പരിഹാരമായിട്ട് ഒരു ജീവൻ എടുത്തു. അതിന് പകരം എത്ര ജീവൻ രക്ഷിച്ചു എന്ന് കർത്താവ് കണക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യം പലർക്കും അറിയാം, പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്രദറിന് എത്ര മക്കളുണ്ട്? 2 മക്കൾ. ബ്രദർ ബാലൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നോട് ഇത് പ്രസംഗിക്കുന്നു. പ്രസംഗിക്കാൻ ഞാൻ അതിന് വേണ്ടുന്ന എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാശ്ചിത്ത പരിഹാര പ്രവർത്തികൾ ചെയ്തു. അപ്പൊ അയാൾ വ്യക്തികളുടെ സാഹചര്യത്തിൽ ഭാര്യയ്ക്ക് ബ്ലഡില്ല, 5-6 ഹീമോഗ്ലോബിൻ, രണ്ടാമത്തെ കൺസീലിംഗ് വരെ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റൽ. രണ്ടാമത്തെ കൺസീലിംഗ് ആയി, ഒരു അഡ്മിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് ആദ്യത്തെ സിസേറിയനായിരുന്നു. രണ്ടാമത്തെ സിസേറിയൻ അവർ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം അവർ പറഞ്ഞിരുന്നു 3 കൊല്ലെങ്കിലും കഴിയാണ്ട് അടുത്തത് പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതാണ് പറഞ്ഞ് അവസാനം അഡ്മിറ്റ് ചെയ്തു. അത് കഴിയുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ആള് ക്രിട്ടിക്കൽ കണ്ടീഷൻ. അപ്പൊ ആള് പറഞ്ഞു ഇനി നിങ്ങൾ അടുത്തൊരു കേസ് പറഞ്ഞുകൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ ടേക്ക് എ ഡിസിഷൻ അബൌട്ട് ഫാമിലി പ്ലാൻ. ഫാമിലി പ്ലാൻ ചെയ്യുന്ന കാര്യം തീരുമാനം എന്നാലാണ് ഞാൻ സിസ്റ്ററിന് കറ്റുകൊടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു അത് നമുക്കിത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? അതിനെ ഒരു മോഡറേഷനൊക്കെ ചെയ്തിങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ ഈ ഭാര്യ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷൻ, ബ്ലഡില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, അത് കേസ് ഇത് കേസ് ഇങ്ങനെ കിട്ടും. അപ്പൊ അവര് അതിന്റെ ഇടയ്ക്ക് കൊണ്ട് നമ്മളെ കൊണ്ട് ഒപ്പിടിക്കും പോകുമ്പോൾ അവരെന്ത് ചെയ്താലും എല്ലാത്തിനും ഉത്തരവാദി ഞാനാണെന്ന് അതിന്റെ എന്ത് ചെയ്യും? നമ്മളത് ഒരിക്കലും വായിച്ചു നോക്കാറില്ല. ഇവിടെ എടുക്കാൻ പറഞ്ഞ് നമ്മളെ കൊണ്ട് അകത്തും പുറത്തും ബാക്കും സൈഡിലൊക്കെ ഒപ്പിടിക്കും. നമ്മൾ തൊട്ട് വായിച്ചില്ല. ഈ ബാങ്കുകാർ ലോൺ തന്നെ പറയാം, ഈ സൈഡിലിട് മുകളിലിട് താഴെ വായിച്ചെടുക്കുക. ഒരു അഷ്ടാളെ ലോൺ എടുക്കില്ല. അവരിവിടെയൊക്കെ ഒപ്പിടിച്ചിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് ലോൺ തരും. വായിച്ചു നോക്കിയാൽ അവരുടെ ലോൺ എടുക്കില്ല. കാരണം 7 തലമുറ വരെ അവർ നമ്മുടെ എല്ലാം ജപ്തി ചെയ്യാതെ ഒപ്പിടിക്കുന്നത്. അവരുടെ മനസ്സിലാവട്ടോ. ഞാൻ ഈ കോമേഴ്സ് ആളായതുകൊണ്ട് ഞാനൊക്കെ വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ പറയാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഇതിന്റെ കൂടെ ഈ ഓപ്പറേഷന്റെ കൂടെ ഫാമിലി പ്ലാനിങ് ചെയ്യാനുള്ള ഓപ്പറേഷനുള്ള പെർമിഷൻ കൂടി അവരെന്ത് ചെയ്തു? എൻ്റെ അടുത്തുനിന്ന് ഒപ്പിട്ട് വാങ്ങി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പിന്നീടാണ് ഞാൻ അറിയണേ, സർട്ടിഫിക്കറ്റ് തരുമ്പോഴാണ് ഞാൻ അറിയണേ ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു. നമ്മുടെ കേരളത്തിലെ പ്രധാന ഡോക്ടർമാരായിട്ടും അങ്ങനെ പലരുമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഈ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചും സിസേറിയൻ ഓപ്പറേഷനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ച് 11 സിസേറിയൻ ചെയ്യാമെന്നാണ്. എത്ര സിസേറിയൻ ചെയ്യാം? അപ്പൊ അതിങ്ങനെ ഓപ്പറേഷൻ ചെയ്യാം. അതിപ്പോ നമുക്കിപ്പോ സ്റ്റിച്ചിങ് ഇല്ലാതെയുള്ള സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും ഇങ്ങനെ പിന്നീട് പല സുഹൃത്തുക്കളോടും ഞാൻ തന്നെ സുവിശേഷം പറഞ്ഞ് 5ഉം 6ഉം 7ഉം 6ാമത്തെ പ്രാവശ്യം സിസേറിയന് പോകുമ്പോൾ എനിക്ക് ആ സഹോദരിമാരെ മെസ്സേജ് ഉണ്ട്, ബ്രദറെ 6ാമത്തെ സിസേറിയന് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു, പ്രാർത്ഥിക്കണേ. അങ്ങനെ 2-3 മണിക്കൂർ മെസ്സേജ് വരും, ഓപ്പറേഷൻ സക്സസ്ഫുൾ, 6ാമത്തെ ബേബി ഗേൾ ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ മനസ്സിലാവണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഈ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചും ജനന നിയന്ത്രണത്തെ കുറിച്ചും കൂടുതൽ മക്കൾ അനുഗ്രഹങ്ങളാണെന്നുള്ളതിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും പഠിച്ചു. ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്ത് 2.5 മണിക്കൂറിന്റെ വീഡിയോ തയ്യാറാക്കി. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം 3 ഭാഷയിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഒരു ലക്ഷക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്തു. 8 ഭാഷയിൽ ഇതിനെ ലീഫ്ലെറ്റ് പ്രിന്റ് ചെയ്ത് ഈ കൂടുതൽ മക്കളാണ് അനുഗ്രഹങ്ങൾ എന്നുള്ളതും ഒരു കാരണവശാലും ഫാമിലി പ്ലാനിങ് ചെയ്യരുതെന്നുള്ളതും
18-ാം ദിവസം ചങ്കടിപ്പ് തുടങ്ങുന്ന ഒരു അമ്മ പോലും അറിയാത്ത സമയത്താണ് നിങ്ങൾ ഈ അബോർഷൻ അല്ലെങ്കിൽ DNC പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. 18-ാമത്തെ ദിവസത്തിൽ കൊച്ചിന്റെ ഗർഭപാത്രത്തിൽ വന്ന അമ്മ പോലും അറിയാതെ വന്ന കൊച്ചിന് ചങ്കടിപ്പ് കൊടുക്കും. അമ്മയ്ക്കറിയില്ല ഗർഭിണിയാണെന്ന്. 28 ദിവസം കഴിഞ്ഞ് മാസമോടെ നിൽക്കുമ്പോഴാണ് പിന്നെ ടെസ്റ്റ് ചെയ്തൊക്കെയാണ് ഒരു അമ്മ എന്ത് ചെയ്യണേ ഗർഭിണിയാണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. വേണം മനസ്സിലാവണോ? പക്ഷെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് 18-ാമത്തെ ദിവസം കൊച്ചിന് ചങ്കടിപ്പ് തുടങ്ങി. 5-ാമത്തെ ആഴ്ചയിൽ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അബോർഷൻ ചെയ്യുമ്പോൾ തന്നെ ഒരു പൂർണ്ണമായ ഒരു കൊച്ച് എന്തായി രൂപപ്പെട്ട് കഴിഞ്ഞു. വേണം മനസ്സിലാവണോ? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് 8 ഭാഷയിൽ ഞാനതിന്റെ വിശദമായ ലിറ്ററേച്ചറുകൾ ഉണ്ടാക്കി എന്ത് ചെയ്തു? ഇന്ത്യയിൽ 18 സ്റ്റേറ്റിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഹല്ലേലൂയ. മനസ്സിലായോ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ കാര്യങ്ങൾ എൻ്റെ മക്കളോട് പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയ അമളി, ഞങ്ങളെ പറ്റിച്ചതും ഞങ്ങൾക്ക് പറ്റിയതുമായ ഈ കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കരുത്. മനസ്സിലാവണോ? മനസ്സിലാവണോ? അപ്പൊ നമുക്ക് നമ്മളൊരു കാര്യം ദൈവത്തിന് ഇഷ്ടത്തിന് എതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാരകപാപങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ന്യായമായ പ്രായശ്ചിത്തവും ന്യായമായ പരിഹാരവും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നിരപ്പാക്കണം. അതിനെന്താക്കണം? നിരപ്പാക്കിയില്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ആത്മാവിൽ നമ്മൾ പ്രവർത്തിക്കാൻ പറ്റില്ല. അതാണ് ഈ പാപഘടകങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാരണമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും അത് നിങ്ങളോട് പിന്നീട് ഞാൻ പറയും. നിങ്ങൾ വളരുന്നതിനനുസരിച്ച്, നിങ്ങൾ വേർതിരിയുന്നതിനനുസരിച്ച്, നിങ്ങൾ വെട്ടിമുറിക്കപ്പെടുന്നതിനനുസരിച്ച് ഞാൻ പിന്നീട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി നിങ്ങൾ മെല്ലെ 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 എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൃപാപാത്രമായി മാറും. ഇപ്പൊ ക്രോധപാത്രങ്ങളാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ എന്താണ്? ക്രോധപാത്രങ്ങൾ. ഈ ക്രോധപാത്രങ്ങളുടെ സ്ഥാനത്ത് നമ്മൾ എന്തായിട്ട് മാറണം? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അനുഷ്ഠാനങ്ങൾ, നോ റിച്വൽസ് ആൻഡ് ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ സംപ്രീതനാക്കാൻ സാധിക്കില്ല. നമ്മൾ കുറെ അനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. നമ്മുടെ ദൈവത്തെ അങ്ങനെ കണ്ണിൽ പൊടിക്കാൻ പറ്റിയ ബാക്കിയല്ല. നിങ്ങളെ മനസ്സിലാവണോ? അപ്പൊ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മളുടെ പശ്ചാത്താപം ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ആ പശ്ചാത്താപത്തിന്റെ ഉചിത ഫലം നമ്മൾ പുറപ്പെടുവിക്കണം. അതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾ കുറെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയിൽ ഉത്തരമില്ലാണ്ട് വന്ന് നമ്മുടെ ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നു. നിങ്ങൾ മനസ്സിലാവണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതെ വരുന്നത്. ആദ്യം ഹണിമൂൺ കാലത്ത് അങ്ങനെ ചിലരൊക്കെ നമുക്ക് അത് ഇതൊക്കെ സ്പർശനമൊക്കെ കിട്ടി ഒരു ആവേശമൊക്കെ വന്ന് കുറെ നാൾ ആവേശം കുറെ നാൾ പ്രാർത്ഥിക്കും. അത് കുറച്ചാൾ കഴിയുമ്പോൾ എന്താവും? മേരികളും പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്ക് ഒരു അനുഭവമില്ലാണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങള് നമ്മുടെ എന്താ പറയാ സുഭാഷിതങ്ങൾ 28-ാം അധ്യായം ഇതിൽ 9-ാം തിരുവചനം വായിച്ചിട്ടുള്ള ആ വചനം നിങ്ങൾ എപ്പോഴും വളരെ ഗൗരവമായിട്ട് കണ്ടുപിടിക്കും. അതിനകത്ത് പറയണമെന്ന് വെച്ചാൽ നിയമനിഷേധിയുടെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കും. നമുക്ക് ഈ ബോറിംഗ് വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഒരു അനുഭവം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഞാൻ വളരെ മനസ്സിലാവണം. ദൈവത്തെ അനുസരിക്കാതെ വെറുതെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥന വേണം അത് ഇത് അനുഷ്ഠാനങ്ങൾ അത് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോ വളരെ വ്യക്തവും വിശദവുമായ രീതിയിൽ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? വിശകലനം ചെയ്യണം. ആത്മാർത്ഥതയോടെ എളിമപ്പെട്ട് നമ്മളത് മനസ്സിലാക്കുകയും തിരുത്തുകയും അതിൽ നിന്നും പിന്തിരിയുകയും വേണം. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മദ്യപാനം നിർത്തി, പക്ഷെ ബ്രദറെ വീട്ടിലെ ബാറ് നിർത്തിയിട്ടില്ല. പല സുഹൃത്തുക്കൾ അവർ കുടിക്കണമല്ല, ഞാൻ കുടിക്കില്ല, ഞാൻ അവർക്ക് വിളമ്പി കൊടുക്കും.
ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ? എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുള്ള ഞാൻ കുടിക്കണമെന്നില്ല, ഞാൻ കുടി നിർത്തി. പക്ഷേ പല സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ വീട്ടിൽ വരുമ്പോ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കും, ഞാൻ കുടിക്കില്ല. അതിൽ വെള്ളം തെറ്റുണ്ടോ നിങ്ങൾ അറിയുന്നത്? വെള്ളം മനസ്സിലാവണം. നിങ്ങൾ തന്നെ അതിനെ വിധിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഈ വ്യക്തിക്ക് എന്തുണ്ടായിട്ടില്ല, ആ വ്യക്തിയെ ഞാൻ ഇത് ചെയ്തപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് പിന്നെ മദ്യപിച്ചായ സിലിയോസിസ് ഉണ്ടാവും, ആ രോഗം ഉണ്ടാവും, ഈ രോഗം ഉണ്ടാവും എന്നൊക്കെ പല ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ആള് എന്ത് ചെയ്തു? കുറ്റബോധത്തിൽ നിന്നും ആള് കുടി നിർത്തി. അവരുടെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പക്ഷെ ആൾക്ക് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു ബോധ്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാവണം. അപ്പൊ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, മോളെ കെട്ടിക്കാനുള്ള പൈസ ഇട്ട് വെച്ചത് അത് ഇല്ലാണ്ടാവുന്നു. ഇങ്ങനെയുള്ള പല സാൻമാർഗിക ചിന്തകളും മനസ്സിലേക്ക് വന്നിട്ട് ആൾ എന്ത് ചെയ്തിരിക്കുന്നു? മദ്യം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. വെള്ളം മനസ്സിലാവണം, വെള്ളം മനസ്സിലാവണം. അപ്പൊ ആൾക്ക് ഒരു പാപബോധവും പശ്ചാത്താപവും ഉണ്ടായിട്ടല്ല ആൾ ഈ പ്രവൃത്തി കൂടി നിർത്തിയേക്കണേ. മനസ്സിലാവണ്ടോ? ആരോഗ്യം സംരക്ഷിക്കാനും പണം പുറത്തെടുക്കുന്നതിൽ നിന്നും വിരമിക്കാനുമായിട്ടുള്ള പ്രവൃത്തികളാണ് ആളെ ഈ കുടിയിൽ നിന്നും വിരമിച്ചിരിക്കുന്നത്. അല്ലാതെ ആള് കുടിച്ചത് മൂലം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതും ആസക്തിയോടെ മകളെ നോക്കിയതും ഇതൊന്നും ആളുടെ ചിന്തയിലില്ല. വളരെ മനസ്സിലാവണോ? വളരെ മനസ്സിലാവണോ? ഇതാണ് റിയൽ ഫാക്ട്. അപ്പോ നമ്മളെ പ്രവൃത്തികളെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതും നിങ്ങൾക്ക് വിരമിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് ക്രമീകരിച്ച് വെട്ടിമുറിഞ്ഞ് പ്രാർത്ഥനയിലും മാതാവിന്റെ അനുഭവത്തിലേക്ക് വളരെ നന്നായിട്ട് നിങ്ങൾ നല്ല അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ സ്തോത്രം പറയുന്നു. അമ്മ ശരിക്കും നമ്മുടെ ഈ പ്രതിഷ്ഠ ധ്യാനത്തിലും കൂട്ടായ്മയിലൊക്കെ അമ്മ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നു. ക്രിസ്തവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.